Hi friends, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പം മറ്റെല്ലാ ഓർഗനൈസേഷനും പോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണം. സാധാരണ ഇവർ ട്രേഡിംഗ് ആക്ടിവിറ്റീസോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസോ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും ചില ലീഗൽ റിക്വയർമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതെല്ലാമാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് റെക്കോർഡുകൾ എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടത് 3 അക്കൗണ്ടിംഗ് റെക്കോർഡുകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, receipt and payment account. At the end of the financial year, they have to prepare a receipt and payment account. ഒരു receipt and payment account prepare ചെയ്യണം. And it is the summary of cash book. നമ്മുടെ നോർമൽ ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറി ഫോമാണെന്ത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്തും ആ ഓർഗനൈസേഷൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നാൽ ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. സോ ഈ ഓർഗനൈസേഷൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആവാം. മറ്റെല്ലാ ഓർഗനൈസേഷനും ആ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കണ്ടെയ്ൻസ് എ receipt and payment account, income and expenditure account and a balance sheet. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിനെയും പ്രത്യേകം എടുത്ത് പഠിക്കാം.